നിവിൻ പോളിയുടെ പുതിയ സിനിമ പ്രതിച്ഛായ 10 വർഷം മുന്നേ ഉള്ള നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ, സരിത എസ് നായർ, അന്നത്തെ സോളാർ കേസ്, അന്നത്തെ ബാർക്കോഴ കേസ്, ഈ കേസുകളൊക്കെ എടുത്തിട്ട് ഒരു ഒരു പുതിയ സിനാരിയോയിലേക്ക്, അല്ലെങ്കിൽ സരിത നായർ എവിടെ നിന്ന് വന്നു, ഈ ബാർക്കോഴ കേസ് എന്തായിരുന്നു, അതിന്റെ പിന്നാമ്പുറങ്ങൾ എന്തായിരുന്നു, ഈ സാധനങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് ഒരു ഫിക്ഷണൽ എലിമെന്റിലോട്ട് നമ്മൾ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ രീതിയിലുള്ള പല കഥകൾ ഉണ്ടാവുമല്ലോ, പല കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോ അങ്ങനത്തെ ഒരു സിനിമയാണ് പ്രതിച്ഛായ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അറിയാത്ത ആളുകളോ അറിയാത്ത ക്യാരക്ടേഴ്സോ അറിയാത്ത റിയൽ ഇൻസിഡന്റോ ഒന്നും അല്ല ഈ സിനിമക്കകത്തുള്ളത്. എല്ലാം നമുക്ക് 10 വർഷം മുന്നേ ഉള്ള UDF സർക്കാരിന്റെ സംഭവ ബഹുലമായിട്ടുള്ള ആ ഒരു സർക്കാരിന്റെ അന്ന് അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ, അവർക്കിടയിൽ ഉണ്ടായിരുന്ന തൊഴുത്തിൽ കുത്തുകൾ അടക്കം എന്തൊക്കെയാണോ, അതാണ് ബേസിക്കലി ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ ബി ആണ് ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. പുള്ളിയാണ് ഈ ഒരു പടം ചെയ്തേക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഈ പടം എൻജോയബിൾ ആണ്. ഈ പടം നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഈ റിയൽ ലൈഫ് ഇൻസിഡന്റുമായിട്ട് ഈ കണക്ഷൻ വരുന്നതുകൊണ്ടേ നമുക്ക് എന്താ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, ഇവരെ വെർഷൻ എന്തായിരിക്കും ഈ ഒരു കാര്യത്തില്, ഇവരെന്ത് ഫിക്ഷണൽ സാധനങ്ങളാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് എന്നുള്ളതൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉള്ളതുകൊണ്ട് തന്നെ പടം വലിയ കുഴപ്പമില്ലാണ്ട് കണ്ടിരുന്നു. പക്ഷേ ഈ പടം തിയേറ്ററിൽ ഫ്ലോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഈ പടത്തിന് നെഗറ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ, അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ പടത്തിൽ ഉപയോഗിച്ചേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. അസഹനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസഹനീയായിരുന്നു അത് എന്നുള്ളതാണ്. അതായത് ഒന്നാമത് ഒരു നല്ല തിയേറ്ററിലും കൂടെ അല്ല നിങ്ങൾ പോയിന്നുണ്ടെങ്കിലോ, നിങ്ങളുടെ കർണപടം നിങ്ങളെ തെറി വിളിക്കും. നിങ്ങളുടെ ചെവിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ചെവി നിങ്ങളെ തന്നെ തെറി വിളിക്കുന്ന രീതിയിലാണ് ഇതിന്റെ സ്കോർ പോയേക്കുന്നത് എന്നുള്ളതാണ്. അതായത് എന്താണ് കുറെ മറ്റേ വിസിലടി, കുറെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇട്ട് തന്നേക്കുക. അതായത് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡ്രാമ സിനിമകളൊക്കെ വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുണ്ട്. ഇതൊരു 10 വർഷം മുന്നേ ഉള്ള ഒരു സിനിമയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ കുഴപ്പമില്ല എന്നുള്ള സാധനമാണ്. പക്ഷെ ഇന്ന് ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഇങ്ങനെ? മറ്റേ വണ്ണ് എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നില്ലായിരുന്നു മമ്മൂക്കയുടെ, ഏകദേശം അതേ അതിന്റെ ഒക്കെ ഒരു ഇത് പിടിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഈ സ്കോറിൽ ഓരോരുത്തർക്കും ഓരോ സിഗ്നേച്ചർ സാധനം കൊടുത്തിട്ട് സ്ലോ മോഷൻ നടന്നു പോകുന്ന സമയത്ത്, സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് ഈ പൊളിറ്റിക്കൽ ബിംബങ്ങൾ ഉണ്ടാക്കുന്നതും പൊളിറ്റിക്സിലെ ആളുകളുമായിട്ടുള്ള ഈഴടുപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് അത്തരം ഇമോഷണൽ സാധനങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ സ്കോർ കൊടുത്തേക്കുവാ. പക്ഷേ എന്താ പറയാ, ചെവിക്ക് ഇത് പറ്റുന്നില്ല, അത് താങ്ങാൻ. ഇതിനകത്തൊരു പാട്ടൊക്കെ വരുന്നുണ്ട് ഇടയ്ക്ക്, ഒരു റാപ്പ് കൈൻഡ് ഓഫ് ഒരു സോങ്. ഇതിന്റെ ലിറിക്സ് മനസ്സിലാവുന്നേ ഇല്ല. ആ പാട്ടിന് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. ആ പാട്ടും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറുള്ള ആ പാട്ട് വരുമ്പോ അതിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ ഈ സ്കോറും വിഷ്വൽസും തമ്മിലുള്ള ഒരു മാച്ച് കിട്ടുന്നില്ല. ഇത് ഒരു വഴിക്കൂടെ പോവാ, മറ്റേ വിഷ്വൽസ് വേറൊരു വഴിക്കൂടെ പോവാ എന്നുള്ള ഒരു ഫീലിംഗ് പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഈ സിനിമയുടെ മേജർ പ്രശ്നമായിട്ട് വരുന്നത്. ബാക്കിയൊന്നും നമുക്ക് തിയേറ്ററിൽ നമ്മൾ കാശ് കൊടുത്ത് കയറി എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ വെറുതെ എന്തൊക്കെയോ സ്ക്രീനിൽ ഇങ്ങനെ കുറെ ആൾക്കാർ ഇരുന്ന് കാണാനായിട്ട് അവരാതും കണ്ടിറങ്ങി പോരെന്നുള്ള ഫീലൊന്നും അല്ല ഈ പടം. നമുക്ക് അറിയാവുന്ന കുറെ ഇൻസിഡന്റുകളും ഒക്കെ ആയതുകൊണ്ട് അതിനോട് കുറെ റിസംബ്ലൻസസും കണക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഓക്കെയാണ് പടം. പക്ഷേ ഈ സ്കോർ, ഇത് ഒരു രക്ഷയില്ല ഈ പടത്തിന്റെ എന്നുള്ളതാണ്. പിന്നെ ഈ പടത്തിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. അതായത് നമുക്ക് അറിയാവുന്ന ഇൻസിഡന്റാ. ഈവൻ സിനിമ തുടങ്ങുന്നതിന്റെ മുന്നേ ഇതിൽ ജീവിച്ചിരിക്കുന്നതോ രാഷ്ട്രീയപരമായിട്ടുള്ളതോ ആ വ്യക്തികൾക്കോ പാർട്ടികൾക്കോ ഒന്നും യാതൊരു ബന്ധമില്ല എന്നുള്ള ഡിസ്ക്ലെയിമർ അവർ എഴുതി കാണിക്കുന്നുണ്ടെങ്കിലും പടം കാണുന്ന നമ്മൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. ഇത് ഇൻസ്പയർഡ് ആയേക്കുന്നത് എവിടെയാണ്, എന്താണ് ഈ പറയുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാലോ. ഇപ്പം എന്താ പറയാ, രാഷ്ട്രീയ പാർട്ടികളുടെ പേരും അവരുടെ ഡ്രസ് കോഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സിംപ്ലി റിലേറ്റ് ടു ദ റിയാലിറ്റി എന്നുള്ളതാണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. അവിടെയാണ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഇരിക്കുന്നത്. അതായത് റിയാലിറ്റിയിൽ നടക്കുന്ന ഈ കാര്യങ്ങളെ, നടന്നിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് ഇവർക്ക് എന്ത് വെർഷനാ പറയാനുള്ളത്, ഇവർക്ക് എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്, ഇവരെങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ, ക്യാരക്ടേഴ്സിന്റെ ഡെവലപ്മെന്റിനൊന്നും അത്ര പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഡയലോഗ്സിലാണെന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ നിവിൻ പോളിന്റെ അഭിനയാണെന്നുണ്ടെങ്കിൽ കൂടെ
അഭിനയം വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും നന്നായിട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ഷറഫുദ്ദീനാണ്. ഷറഫുദ്ദീന് കൊടുത്തിട്ടുള്ള ക്യാരക്ടറിന്റെ ആ കൺസിസ്റ്റൻസി പുള്ളി തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചു എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് നിവിൻ പോളിയാണ്. നിവിൻ പോളിക്ക് ഒരു കൈൻഡ് ഓഫ് റെവലേഷൻ ഈ സിനിമക്കകത്ത് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ക്യാരക്ടറിന്റെ ഒരു ചെറിയൊരു മൈൽഡ് ചേഞ്ച്, അതായത് നമ്മുടെ പൊസിഷനും നമ്മുടെ ഉത്തരവാദിത്തമൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് വരുന്ന ചില മാറ്റങ്ങൾ ഉണ്ടല്ലോ, ആ മാറ്റങ്ങൾ ഇതിനകത്ത് കാണാം. നമുക്ക് അതിങ്ങനെ ചേഞ്ച് ആയി വരുന്നതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് ശരിക്ക് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. മാത്രമല്ല ഇത്തരം സിനിമകൾ വർഷങ്ങൾക്ക് മുന്നേ വന്ന് പോയിട്ടുണ്ട്. ഇപ്പോ സുരേഷ് ഗോപിന്റെ ഒക്കെ സിനിമകളുണ്ട് ഇതുപോലെ. പുള്ളി പോലീസുകാരനായിരിക്കും, പിന്നെ തല്ലിച്ചതയ്ക്കും, എന്നിട്ട് പിന്നെ തിരിച്ചു വന്ന് രാഷ്ട്രീയത്തിൽ നിൽക്കും, മത്സരിക്കും, അങ്ങനത്തെ കുറെ, പിന്നെ റിവെഞ്ച്, ആ കൈൻഡ് ഓഫ് സാധനങ്ങൾ ഉണ്ടല്ലോ, ആ കൈൻഡ് ഓഫ് സ്റ്റോറി, അത് കുറെ മുന്നേ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇപ്പോഴത്തെ മാധ്യമങ്ങളെ, മീഡിയയുടെ അന്തിച്ചർച്ച, മീഡിയ നടത്തുന്ന സ്റ്റിംഗ് ഓപ്പറേഷൻ, ഹാഫ് ട്രൂത്ത് പരിപാടികൾ കൊടുക്കുന്നത്, ഇതിനൊക്കെ നന്നായിട്ട് ഈ പടം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മീഡിയ കൊടുക്കുന്നതിന് നമ്മൾ ആസച്ച് ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ചില സമയത്ത് വിഴുങ്ങും. പക്ഷെ ഇതിന്റെ പുറകിൽ ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കത്തില്ല. ഇപ്പൊ നമുക്കത് വളരെ എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ റിപ്പോർട്ടർ TV, മീഡിയ വൺ, ഏഷ്യാനെറ്റ്, ഇതൊക്കെ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാല് ഇവർ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് അലൈൻഡ് ആയിട്ടാണ് ഈ കണ്ടന്റുകൾ അവര് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവരിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ വേറൊരു വെർഷൻ, അതിന്റെ ഒരു കോർപ്പറേറ്റ് വെർഷൻ, കോർപ്പറേറ്റ് ഒരു എന്താ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു വെർഷനൊക്കെ നമുക്ക് ഈ സിനിമക്കകത്ത് കാണാം. അത്തരം എലമെന്റുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയൊക്കെ വരുന്ന ഒരു സിനിമയാണ് ഈ പ്രതിച്ഛായ എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തില് വ്യക്തികളില്ല, രാഷ്ട്രീയത്തില് പ്രതിച്ഛായയാണ്. ആ പ്രതിച്ഛായനെ നിലനിർത്താനും പ്രതിച്ഛായനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എന്തൊക്കെയാണ് ചെയ്യുക? ഇപ്പൊ ജനങ്ങളുടെ സമ്മതി, ആ ഒരു ഇൻഡിവിജ്വൽ ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഇൻഡിവിജ്വൽ ഗ്രാറ്റിഫിക്കേഷൻ ഈ പൊളിറ്റീഷ്യൻസിന് കിട്ടുന്നത് ബേസിക്കലി അവരുടെ പ്രതിച്ഛായ നിലനിൽക്കുന്ന സമയത്താണ്, നല്ല പ്രതിച്ഛായ നിൽക്കുന്ന സമയത്ത് എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു സിനിമയാണ് പ്രതിച്ഛായ എന്ന് പറയുന്നത്. നമ്മള് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പടം തുടങ്ങി അവസാനത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇത് എങ്ങനെ സോൾവ് ആക്കും എന്നുള്ള ഒരു എന്താ പറയാ, നമ്മൾ ട്രിക്കി ആക്കുന്ന രീതിയിലുള്ള what is going to happen in the next, how you gonna solve all these hurdles എന്നൊക്കെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളുടെ ഉള്ളിലുണ്ട്. അത് സോൾവ് ചെയ്യുന്ന സമയത്തൊക്കെ രസമുണ്ട്. ആ ക്ലൈമാക്സിലുള്ള റിവെഞ്ച് കൈൻഡ് ഓഫ് സാധനങ്ങളെല്ലാം രസമുണ്ട് സിനിമ കാണാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ സ്കോർ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. ആ സ്കോറും കൂടെ അത്രക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഓടുമായിരിക്കും ഈ ഒരു പടം എന്നുള്ളത്.